നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആനച്ചുവടിയാണ്. ആനച്ചുവടി എന്ന നാമം ആനയുടെ പാദം എങ്ങനെയാണോ ഭൂമിയിൽ പതുങ്ങി കിടക്കുന്നത് അതേപോലെ വളരുന്ന ചെടി എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആസ്ട്രേസിയ കുടുംബത്തിലാണ് ഈ ആനച്ചുവടി ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എലിഫന്റാപ്പസ് സ്കാബർ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ ഗോജിഹ്വ, ഗോപി, ദാവിക, ഖരപർണി എന്നൊക്കെയാണ് നാമധേയങ്ങൾ ഉള്ളത്. തണൽ പറ്റി വളരുന്ന ഈ സസ്യം നാട്ടിൻപുറങ്ങളിൽ ഒറ്റമൂലിയായി ധാരാളമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. തണലുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായി വളർന്നു വരാറുള്ളത്. അത്ര ഉയരത്തിൽ വളരാതെ നിലം പറ്റിയിട്ടാണ് ഈ സസ്യം വളർന്നു പിടിക്കാറുള്ളത്. പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾക്ക് പശുവിൻ്റെ നാക്കിൻ്റെ ആകൃതിയാണുള്ളത്. ഏകദേശം ഒരു 13 സെൻറ്റിമീറ്റർ വരെ നീളവും ഒരു 5 മുതൽ 8 സെൻറ്റിമീറ്റർ വരെ വീതിയുമാണ് ഇതിൻ്റെ ഇലകൾക്കുള്ളത്. ഇലകളുടെ ഉപരിതലവും അതുപോലെ പിൻവശവും രോമാവൃതമാണ്. ഇലകൾ റോസറ്റെ ഫോർമേഷനിലാണ് വിന്യസിച്ചിരിക്കുന്നത്. അതായത് തണ്ടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇലകൾ ഉദ്ഭവിച്ചിരിക്കുന്നു. ആനച്ചുവടിയുടെ വേരുകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ പടർന്നു പിടിച്ചിട്ടാണ് വളരാറുള്ളത്. ഇതിൻ്റെ പൂക്കൾ ചെറുതാണ്, ചെമ്പ് നിറമാണുള്ളത്. അത് കുലകളായി കാണപ്പെടുന്നു. ആനച്ചുവടിയിൽ ഒരു വഴുവഴുപ്പുള്ള പദാർത്ഥം, അതേപോലെ സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ തുടങ്ങിയ മൈക്രോ എലമെൻസും അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ ഇതിൻ്റെ സമൂലമായിട്ടാണ് ഔഷധക്കൂട്ടുകളിൽ ഉപയോഗിച്ചു വരുന്നത്. ആനച്ചുവടി കൂടുതലായും ഈ രക്തം വാർന്നു പോകുന്ന അർശസ്സിന് വളരെ ഫലപ്രദമാണ്. ആനച്ചുവടി ശരീരത്തിലുണ്ടാകുന്ന ചൂടിനെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഇതിന് വിഷത്തെ ഹനിക്കുവാനുള്ള ശക്തിയുമുണ്ട്. ചുമ, ഹൃദ്രോഗം തുടങ്ങിയ അസുഖങ്ങൾക്ക് ഇത് ഒറ്റമൂലിയായി ഉപയോഗിക്കുമാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ ആനച്ചുവടി ഈ പരന്ന് കിടക്കുന്ന ചെറിയൊരു ചെടിയാണ്. ഈ ആനയുടെ കാലിൻ്റെ പാദത്തിൻ്റെ ആകൃതിയാണെന്ന് പറയാൻ. അത് ചെറിയ ചെടിയാണെങ്കിൽ നല്ലൊരു ഔഷധമാണ്. അതിൽ ഈ കാൽഷ്യം, പൊട്ടാഷ്യം, മാംഗനീസ് ഇങ്ങനെ കുറച്ച് ചെറിയ നല്ല എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ശരീരത്തിലേക്ക് ഒരു നല്ല ഒരു ഔഷധമാണ്. ഇതിനിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഒന്ന്, ഇതൊരു വിഷശമനമാണ്. അപ്പോൾ ഈ പ്രാണികൾ എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല എടുത്ത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിഷത്തിനും ആ ഉപദ്രവത്തിനും ശമനം ഉണ്ടാവും. പിന്നെ ഇതൊരു മലബന്ധം ഉണ്ടാക്കുന്ന ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വയറിളകുന്ന കണ്ടീഷനിൽ ഇത് എടുത്ത് നീരെടുത്തിട്ട് തേൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മലബന്ധം അപ്പം നിൽക്കും. പിന്നെ അതുപോലെ ഈ അർശസ്സുള്ള രോഗികൾക്ക് ഈ രക്തം പൊട്ടിപ്പോകുന്നതിന് ഇതിൻ്റെ ഇല അരച്ചിട്ട് കുറച്ച് വെണ്ണയിൽ ചാലിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. അത് തന്നെ പുറമേ പറ്റാനും കൊടുക്കാം. ഈ അർശസ്സിൻ്റെ മുകളിൽ പരത്തിയാൽ രക്തം പോകുന്നത് അപ്പം നിൽക്കും. പിന്നെ ഈ ശ്വാസം മുട്ടുള്ള ആൾക്കാർക്കും ഇതിൻ്റെ ഈ സ്വരസം എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ആശ്വാസം കിട്ടും. അതുപോലെ ഈ മൂത്രം ചുടുക്കന് പോകുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഈ കഷായം വയ്ക്കുക. ഇത് സമൂലം ഉപയോഗിക്കാവുന്ന ഒരു ചെടിയാണ്. ഇത് സമൂലം എടുത്തൊന്ന് കഷായം വെച്ചിട്ട് ലേശം ശർക്കര ചേർത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂത്രച്ചൂടിന് വളരെ ബലം കിട്ടും. അതുപോലെ ഈ ഹൃദ്രോഗമുള്ള ആൾക്കാർക്ക് ഇത് ഇല ദിവസേന ഒരു 5-8 കഴിക്കുക വെച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ ഇതൊരു പൊതുവേ ഈ വിഷഹരം എന്ന നിലയ്ക്ക് ദിവസേന അകത്തേക്ക് ഇതൊരു 4 ഇല എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ ശരീരത്തിലുണ്ടാകുന്ന ഈ ടോക്സിൻസ്, അതുപോലെ ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടോക്സിൻസ്, ഈ ഫ്രീ റാഡിക്കൽസ് ഇല്ലാണ്ടാക്കിയിട്ട് എനർജി കൊടുക്കുന്ന അതിന് പറയാം.